അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ്. സുഹുദിന്റെ ശ്രേഷ്ഠത എന്ന 55-ാമത്തെ ബാബ്. അതിൽ കുറേ ഹദീസ് ഞങ്ങൾ വിവരിച്ച ഇന്നത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് 461-ാമത്തെ ഹദീസ് ആയിട്ട് ഒരു മരിച്ചിട്ട് അവൻ്റെ ഖബറുക്ക് കൊണ്ടുപോകുമ്പോൾ 3 കാര്യമായിട്ട് അവൻ്റെ ഒട്ടുക്ക് പോകേണ്ടത്. അതിൽ 1 അവൻ്റെ കുടുംബക്കാരായിട്ട്, 2 അവൻ്റെ സ്വത്തായിട്ട്, 3 അവൻ്റെ അമലായിട്ട്, അവൻ ചെയ്ത അമലുകൾ. അപ്പോൾ അവൻ്റെ ഒട്ടുകൊണ്ട് അവിടെ ഖബറിൽ ഒലിയിടത് 3 മാത്രം. കുടുംബക്കാരും അതുപോലെ അവൻ്റെ സമ്പത്തും അതൊക്കെ അവൻ്റെ ഒട്ടുക്ക് പോകണ്ടില്ല. അത് ഖബറിൽ അടക്കലോട് കൂടെ കുടുംബക്കാർ പിറവ് പണ്ടാറ് സ്വത്ത് ഓതിയെടുത്ത് വെക്കിടാറ്, പിന്നെ അങ്ങ് ഓതിയാക്കിയുള്ളവർ സ്വത്ത് സമ്പത്ത്. പിന്നെ അവൻ്റെ ഒട്ടുക്ക് പോകേണ്ടത് അവൻ നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതും അവൻ ഇബാദത്ത് ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമായിട്ട് അവൻ്റെ ഒട്ടുക്ക് ബാക്കിയാവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു തന്നെ. അപ്പം ഈ 6 ഹദീസ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, നീ കാണേണ്ടതായ ദുനിയാവിടെ ആഡംബരങ്ങളും സുഖങ്ങളും സ്വത്തും സമ്പത്തും ഇതൊന്നും ഞങ്ങളൊട്ടുകത് പണ്ടില്ല. പക്ഷെ അതൊക്കെ പ്രതിഫലം കിട്ടുന്ന രീതിയിൽ ഉപയോഗമാക്കിയത് കണ്ടെങ്കിൽ അത് അമലായിട്ട്. സ്വത്ത് സമ്പത്ത് ഇക്കടെ എന്നുള്ളത്, മക്കൾ ഇക്കടെ എന്നുള്ളത് അതൊന്നും വെറുതെ ആവില്ല. അതെല്ലാം പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഒരു മനുഷ്യക്ക് മക്കളിട്ട് ആ മക്കളൊക്കെ ദീനിയായതിലൊക്കെ നടക്കുന്നത്, അങ്ങൊക്കെ ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, അങ്ങൊന്ന് ദീൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പാറ്റി കൊടുക്കാൻ കണ്ടെങ്കിൽ അവൻ ആഖിറത്തുക്ക് വേണ്ടി ചെയ്ത അമൽ തന്നെ ആയിരിക്കും. അവൻ്റെ സ്വത്ത് കൊണ്ടും അവൻ ആഖിറത്തുക്ക് വേനായിട്ട് നല്ലതൊക്കെ ചെയ്തിട്ടിന്നാൻ കണ്ടെങ്കിലും അതും അവനക്ക് കൊനപ്പെട്ടത് തന്നെ ആയിരിക്കും. അപ്പം ഇന്നത്തെ ഹദീസിൽ വഅൻഹു അർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. വഅൻഹു അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ചൊല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ത് യത്ബഉൽ മയ്യിത തലാഖത്തു, 3 കാര്യങ്ങൾ മയ്യത്തിനെ പിൻപറ്റും. അഹ്ലുഹു, ഒന്നാണ്ട് അവൻ്റെ കൂട്ടുകാർ കുടുംബക്കാർ, അവൻ്റെ മക്കളും കൂട്ടുകാരല്ല. വമാലുഹു, പിന്നെ അവൻ്റെ സ്വത്ത്. വ അമലുഹു, പിന്നെ അവൻ ചെയ്തതായ അമലുകൾ. ഫയർജു ഇത്നാനി, അതിൽ നിന്നും 2 എണ്ണം തിരിച്ചു വേണ്ട. ഉനക്ക് അവൻ്റെ കബറ് കൊണ്ടുപോകുമ്പോൾ ഇത്ര പോണ്ടേ, 2 എണ്ണം തിരിച്ചു വേണ്ട. വയബഖ വാഹിദുൻ, 1 മാത്രമായിട്ട് ബാക്കി അവിടെ. യർജു അഹ്ലുഹു വമാലുഹു, ഓൻ്റെ അഹ്ലുകാർ, ഓൻ്റെ മക്കൾ കുടുംബക്കാർ, നമുക്ക് ദഫൻ ചെയ്ത് തിരിച്ചു വേണ്ടത്. ഒമാലു, ഓൻ്റെ സമ്പത്തും കൊണ്ടിട്ടു പോകണ്ടില്ല, അതും റിട്ടേണേ വേണ്ട. വയബഖ അമലുഹു, ഓൻ്റെ അമല് മാത്രം കൊണ്ടിട്ട് ബാക്കി അവിടെ. സമ്പത്ത് റിട്ടേൺ വേണ്ടുവന്ന് അങ്ങ് ദഫൻ ചെയ്ത് മാത്രം കാക്കടെ, പിന്നെ അത്രത്തോളം അവൻ്റെ ഇതിട്ടിക്കട്. പിന്നെ അതോടുകൂടെ എന്തായിട്ടത് മക്ക ഗോതിയില്ലേ. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ദുനിയാവുള്ളതായ സ്വത്തും സമ്പത്തും ആഖിറത്തുക്ക് വേനായി ഉപയോഗപ്പെടുത്തുക, ആഖിറത്തുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിലായിട്ട് ഉപയോഗപ്പെടുത്തുക. അത് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളൊട്ടുക ഇക്കറ ഒന്നായിട്ടിക്കട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാം സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.